പാലക്കാട്ടിൽ നിന്ന് വന്നവരെന്നാ പറയണത്. കടവത്ത് ഇന്നലെ രാത്രിയിൽ നാട്ടുകാർ ചിലരെ കണ്ടു അത്രേ. പാലക്കാട്ടെ വെപ്പാട്ടിന്റെ കൂട്ടരായിരിക്കും. അവന് ചില റൗഡി സെറ്റുകളുമായിട്ടൊക്കെ കൂട്ടുണ്ടായിരുന്നു. വാളെടുത്തവൻ വാളാൻ അത്ര തന്നെ. ഗുസ്തിക്കാര് ശത്രുക്കളായിരിക്കും. ഏയ്, ഗുസ്തിക്കാർ തമ്മിൽ തെറ്റ് ഗുസ്തിയിലൂടെ കൊല്ലും. ബുദ്ധി കൊല്ലൂല, അതാ അവരുടെ പ്രമാണം. ആരുടെയാടാ ചായപ്പിടിയ? എന്റെയാണ് ഏമാനെ. എന്താണ് അവന്റെ പേര്? ഗോപാലൻ. ഇന്നലെ രാത്രി പരമു ഇവിടെ വന്നോ? ഇല്ല, 3 തീയതി ആയപ്പോ ഞാൻ പേടി അടച്ചു. പരമു കടയിൽ വരികയോ കാണുകയോ ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് വിവരം അറിയിക്കണം, മനസ്സിലായടാ? ശരി ഏമാനെ. അവൻ പഴനിക്ക് പോവാ. കാലം കുറച്ചായില്ലേ വഴിപാടൊക്കെ നേർന്നിട്ട്. പഴനിയാണ്ടവാ, ഇപ്പഴെങ്കിലും തോന്നിയല്ലോ. നീ തനിച്ചേ ഉള്ളൂ? അല്ല, പാലക്കാട് നിന്ന് 2-3 ചങ്ങാതിമാര് കൂടും. മടങ്ങി വരുമ്പഴി പൊള്ളാച്ചിയിൽ ഇറങ്ങണം. അവിടെ നല്ല വേലയും കൂലിയും കിട്ടുമെന്ന് പാലക്കാട്ടുകാർ പറഞ്ഞു. ഇവിടെ നശിച്ച സ്ഥലത്തുനിന്ന് കുറച്ചാൾ മാറി നിൽക്കണം. ഒരു സമാധാനവും ഇല്ല. നിങ്ങളിനി വരില്ല അല്ലേ? അച്ഛൻ എവിടെ പോവാ? ഞാൻ പോട്ടെ. നീ എന്ന് മടങ്ങും മോനെ? ചിലപ്പോ കുറച്ച് വൈകും, ചിലപ്പോ ചിലപ്പോ നീ എന്താ ഇങ്ങനൊക്കെ? എന്ത് പറ്റിടാ കുമാരാ നിനക്ക്? എന്റെ പഴനിയാണ്ടവാ, ഒരു കാരണവുമാരെ എന്റെ കുട്ടിയെ കാത്തു രക്ഷിക്കണേ. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ ഈ നാട്ടുകാരൊക്കെ! അയ്യോ അയ്യോ, ഈ നാട്ടുകാരൊക്കെ എവിടെ പോയോ? അയ്യോ, എന്നെ കൊല്ലാൻ വിളിക്കുന്നേ! അയ്യോ, ഈ നാട്ടുകാരൊക്കെ എവിടെ പോയേ? അയ്യോ, എന്നെ കൊല്ലാൻ വിളിക്കുന്നേ! അയ്യോ, ചക്രപാണി എങ്ങനെയാടാ മരിച്ചത്? എനിക്കറിയില്ല. എന്നെ കൊല്ലല്ലേ, ഞാനൊരു പാവ. സത്യം പറഞ്ഞില്ലെങ്കിൽ ചേറിന് പൊന്തില്ല. ചക്രപാണി ചാകേണ്ടവനാ. പക്ഷെ കൊന്നത് കുമാരനാണെന്ന് എനിക്കറിയില്ല. നീ കണ്ടോ? കണ്ടോന്ന്? ഇല്ല, ഞാൻ കണ്ടില്ല. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? കുമാരന് ചക്രപാണി മരിക്കാതെ ഒരു ജീവിതമില്ലാത്ത അവസ്ഥയായി പോയി. അപ്പോ
കൂടപ്പുറപ്പിനെ കൊന്നത്? ആരാ ചക്രപാണിയെ കൊന്നത്? പറയാ. എനിക്കറിയില്ല, എന്നെ തല്ലെന്ന് പറഞ്ഞു. കള്ള കഴിവറ മോനെ, പറയാ, സത്യം പറയാ. പറയൂ, എന്നെ കൊല്ലരുത്, ഞാനെല്ലാം പറയാം. ഞാനാണ് ചക്രവാണിയെ കൊന്നത്. ഞാനാ ലക്ഷ്മിയെ കൊന്നത്. ജയിലിൽ നിന്ന് മടങ്ങി വന്ന നാൾ മുതൽ എനിക്ക് നിന്നെ സംശയമുണ്ടായിരുന്നു. പക്ഷേ നിന്റെ നാവിൽ തന്നെ ഇത് കേൾക്കാനാ ഇത്രയും കാലം ഞാൻ കാത്തത്. ഒരു വലിയേട്ടന്റെ സ്നേഹം തന്ന് വിശ്വസിച്ച എന്റെ പെങ്ങളെ കൊന്നിട്ട് നീ എന്ത് നേടിയടാ? ഒരു ചാവാലി പട്ടിയെ പോലെ നിന്നെ തച്ചുകൊന്നാൽ എന്റെ ലക്ഷ്മിമോട് മരണത്തിന് പകരമാവില്ല. എങ്കിലും നീ ചെയ്തു കൂട്ടിയതിനൊക്കെ നിനക്ക് ഞാൻ മറുപടി തരണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആണായിട്ട് എന്തിനു കഴിയണം? നിന്നെ കൊന്നാൽ വിധവയാവുന്ന പാവം ചിന്നമ്മു എന്റെ പെങ്ങളാണ്. അവളുടെ കുട്ടികൾക്ക് തന്തയില്ലാണ്ടാക്കിയവനെന്ന പാവം കൂടി ഏൽക്കാൻ ഞാൻ നിൽക്കുന്നില്ല. അവർക്കെല്ലാം നിന്നെ വേണം. പക്ഷേ ഇന്നലെ വരെ ജീവിച്ച കുമാരനായിട്ട് ആർക്കും വേണ്ട. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ 6 വർഷം നരകയാതന അനുഭവിച്ചു കിടന്ന ജയിൽ മുറി ഇനി നിനക്ക്. അറിഞ്ഞോ അറിയാതെയോ നീ ഒരു തെറ്റ് ചെയ്തു എന്നെല്ലാരും ധരിച്ചു. ചെയ്യാത്ത തെറ്റിന് ശിക്ഷയും അനുഭവിച്ചു. ഒരു കാരണവന്മാരായി എന്നെ ഏൽപ്പിച്ചു തന്ന അന്നു മുതൽ ഞാൻ പ്രാണന് തുല്യം എന്റെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചു വെച്ച കണ്ണാടിയുടെ കൂട്ട് ഇത് നിനക്ക് തരുന്നു ഈശ്വരൻ. ലക്ഷണമൊത്ത വാർപ്പുകൂട്ടിന് നീ എന്നേക്കാൾ വിദഗ്ധനാണ്. പക്ഷേ അലുക്കൊഴിച്ചു വാർത്ത് കണ്ണാടി ഉണ്ടാക്കുന്നതാണ് പവിത്ര കണ്ണാടിയുടെ യഥാർത്ഥ കൂട്ട്. അതിന്റെ കൂട്ടുരൂപം ഇതിലുണ്ട്. പ്രവൃത്തി വെടിപ്പുള്ളതാവണം, ശുദ്ധമുള്ളതാവണം, പ്രസിദ്ധി കാക്കണം. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നീ മാത്രമാണ് ഇതിനർഹൻ. നീ മാത്രം.